മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ കോട്ടകൾ പത്രം തന്നെയാണ്. താനൂര് ഞങ്ങളുടെ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ ഇതിമുഴക്കമായ കേരള നിയമസഭയിൽ ആർജവത്തോടുകൂടി നട്ടലിലൂടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ നമ്പത്താണിയുടെ പരാജയം അത് ജനാധിപത്യത്തിന്റെ വിജയമല്ല, അത് പണാധിപത്യത്തിന്റെ വിജയമായിട്ടാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ബിജെപിക്കാരന്റെയും വെൽഫെയർ പാർട്ടിക്കാരന്റെയും ഗുഡാപ്പിക്കാരന്റെയും വോട്ട് വില കൊടുത്തു വാങ്ങാൻ സാധാരണക്കാരനായ രണ്ടത്താണിക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് ആ പരാജയമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. എന്നാലും ഇങ്ങനെ കേരളത്തെ ഇറക്കി മറിച്ചൊരു തരംഗത്തിലും മുസ്ലിം ലീഗിന്റെ കോട്ടകൾ ഭദ്രമാണെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഈ ജനാധിപത്യ പോരാട്ടത്തിൽ ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഏത് പണച്ചാക്കുകളെ രംഗത്തിറക്കി CPM കള്ളക്കളി കളിച്ചാലും ഇൻഷാ അല്ലാഹ് വരും കാലങ്ങളിൽ കാലം കാത്തിരിക്കുന്ന കനത്ത പ്രഹരം തന്നെ അത്തരക്കാർക്ക് ഞങ്ങൾ കൽപ്പിക്കും. പിന്നീട് ഇവിടെ ഉയർന്നു വരുന്ന ആരോപണം മുസ്ലിം ലീഗിന്റെ പ്രകടനങ്ങളിൽ പണ്ഡിതന്മാരെ ചീത്ത പറയുന്നു എന്നാണ്. ആരാണ് ഇതിന് അവസരമുണ്ടാക്കിയത്? നിങ്ങൾ ഓർക്കണം, അനവധി പണ്ഡിതന്മാർ ഇവിടെ കടന്നുപോയിട്ടുണ്ട്. ചത്തനങ്ങാടി ബപ്പു മുസ്ലിയാർ മുസ്ലിം ലീഗിന്റെ മൈതാനങ്ങളിൽ വന്ന് മുസ്ലിം ലീഗിന്റെ സമ്മേളനങ്ങളിൽ പ്രാർത്ഥന നടത്തിയിരുന്ന സൂഫിവര്യനായ സ്വാത്വികനായ പണ്ഡിതനെ ഇന്നേ വരെ മലയാളക്കര ചീത്ത വിളിച്ചിട്ടില്ല. റഹീസുൽ മുഹദ്ദിഖിൻ കണ്ണിയത്ത് ഉസ്താദിനെ അറിയില്ല നിങ്ങൾക്ക്? കണ്ണിയത്ത് ഉസ്താദ് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് ആഭിമുഖ്യമുള്ള ആളായിരുന്നു. ഇന്നേ വരെ കണ്ണിയത്ത് ഉസ്താദിന്റെ കോലം കത്തിക്കാൻ മലയാളക്കര മുന്നോട്ട് വന്നിട്ടില്ല. ശംസുലുലമയും സൈനുലുലമ പരിശോധി ഉസ്താദും ഈ കോയക്കുട്ടി ഉസ്താദുമൊക്കെ രാഷ്ട്രീയ പാർട്ടികളോട് ആഭിമുഖ്യമുള്ളവരും വോട്ട് ചെയ്യുന്നവരുമായിരുന്നു. എന്നിട്ടെന്റെ ഇന്നേ വരെ ഒരു പണ്ഡിതനെയും സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ ഒരു പണ്ഡിതനെയും തെരുവിൽ ആക്ഷേപിക്കുന്ന അവസരമുണ്ടായില്ല. ഈ അവസരം നിങ്ങളെ വടുകൊടുത്ത് വാങ്ങിയതാണ്. കല്ലാക്കുഴിയുടെ കള്ളക്കഥ പറഞ്ഞ് മണ്ണാർക്കാട്ട് മുസ്ലിം ലീഗിനെ മണ്ണറ പണിയാൻ കാത്തിരുന്നവരുടെ മൂർധാവിന് മീതെ കാട്ടിലമഴ പെയ്യിച്ചുകൊണ്ട് 12,225 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി ഞങ്ങളുടെ പ്രിയപ്പെട്ട ശംസു കേരള നിയമസഭയിലേക്ക് കടന്നുപോയിട്ടുണ്ടെങ്കിൽ മുടിക്കുഞ്ഞുകളെ മണ്ണാർക്കാട്ട് കുരിപ്പ് നേടിയ ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്, ആണത്തമുണ്ടെങ്കിൽ കാന്തപുരം എത്തിയ അബൂബക്കർ മുസ്ലിയാർ കേരള മുസ്ലിം ജമാഅത്ത് എന്ന പാർട്ടിയെ രാഷ്ട്രീയ പാർട്ടിയാക്കി രൂപീകരിച്ച് രംഗത്ത് വരാൻ തയ്യാറാകണം. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടല്ലോ. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ട് സിദ്ദീഖ് ഹസൻ നിങ്ങൾ തെരുവിളിച്ചോ? ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിനെ നിങ്ങൾ തെരുവിളിച്ചോ? ഹുസൈൻ മടവൂർ നിങ്ങൾ തെരുവിളിച്ചോ? AP അബ്ദുൽ ഖാദർ മൗലവിയെ തെരുവിളിച്ചോ? സബിലി ജമാഅത്തിന്റെ നേതാക്കന്മാരെയോ ദക്ഷിണ കേരള ജംഇയ്യത്തുലുലമയുടെ നേതാക്കന്മാരെയോ സമസ്ത കേരള ജംഇയ്യത്തുലുലമയുടെ നേതാക്കന്മാരെയോ ഞങ്ങളാരും തെരുവിളിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല. നിങ്ങൾ മിമ്പറുകളും മേറാബുകളും കുസബിയത്തുകളും റാഷീദുകളും ദുരുപയോഗം ചെയ്ത് ഈ സമുദായത്തിൽ നിങ്ങൾ വിലക്ക് വാങ്ങാൻ ശ്രമിച്ചപ്പോൾ ഉപ്പുവെച്ച കലം പോലെ കാന്തപുരത്ത് നിങ്ങൾ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇവർ സാക്ഷിതാണെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് നല്ലതാണ്. മുള്ളൂർക്കര സഖാഫിയെയും കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ താരമിയെയും വടശ്ശേരി ഹസനെയും ഒക്കെ അടുത്ത തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിർത്തുക. വല്ല ചട്ടിയോ പാത്രമോ മുടിയോ കുപ്പിയോ ചിഹ്നമായിട്ട് നിങ്ങൾ വെക്ക്. എന്നിട്ട് നേർക്കുനേരെ പോരാട്ടത്തിന് വാ. അങ്ങനെയാണ് നിങ്ങൾ ഈ ധർമ്മം കാണിക്കേണ്ടത്. അല്ലാതെ ഈ സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന ഏർപ്പാട് കാന്തപുരം അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, മുസ്ലിം ലീഗിന് നേരെ വിരൽ ചൂണ്ടി വന്നാൽ സമുദായത്തിന്റെ ഇത്തിക്കണ്ണുകളെ ഇരുത്തേണ്ടത് തിരുത്തി അത്തരം പണ്ഡിത വേഷധാരികളെ അറബിക്കടലിലേക്ക് വലിച്ചെറിയാൻ മലയാളക്കര പ്രബുദ്ധമാണെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ പറയേണ്ടി വന്നതിൽ നിങ്ങൾക്ക് ഖേദമുണ്ട്. എത്തരം വേദികളാണ് നിങ്ങൾ ദുരുപയോഗപ്പെടുത്തിയത്? അട്ടപ്പാടിയിൽ ആദിവാസി കോളനികളിൽ കള്ളും പണവും ഒഴുക്കിക്കൊണ്ട് പാവപ്പെട്ട എത്തിയും കുട്ടികളെ വിളിച്ചു വരുത്തിക്കൊണ്ട് പ്രാർത്ഥന നടത്തി ഈ സമുദായത്തിന്റെ മുഖത്ത് കരിവാരിത്തേക്കുന്ന ഏർപ്പാട്, പാവങ്ങൾക്ക് അരിവിതരണം നടത്തിയും ദിക്റും സലാത്തും ഖത്മുൽ ഖുർആനും നടത്തി ഈ സമുദായത്തെ ഒറ്റുകൊടുക്കുന്ന ഏർപ്പാടാണ് നിങ്ങൾ നടത്തിയത്. ഇത്തരം ഏർപ്പാട് നടത്തുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങളെ കുറിച്ചു മൂടുന്നത് വരെ വിശ്രമമില്ലാത്ത പോരാട്ട ഭൂമികയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ ഉണ്ടാകും. ഇത് സാക്ഷിയതാണ്. കാന്തപുരം ഈ കളി കളിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. 1989 മുതൽ ഏതെങ്കിലും പാർട്ടി ജയിച്ചാൽ ആ പാർട്ടിയുടെ പിതൃത്വമെടുക്കുന്ന പരിപാടി ഇപ്പോൾ ഉളുപ്പും മര്യാദയും ഇല്ലാതെ പറയുന്നത് ഞങ്ങളെ പിന്തുണച്ച 91 സ്ഥാനാർത്ഥികളും വിജയിച്ചു, മണ്ണാർക്കാട്ട് മാത്രം പരാജയപ്പെട്ടു. ഈ 8 കാലം അമ്മൂഞ്ഞിത്തരം എന്ന് പറയുന്നത് സമുദായത്തിന് ചേർന്നതല്ല. നിങ്ങൾ PC ജോർജിനപ്പോൾ ഒറ്റയ്ക്ക് മത്സരിക്കാനോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള ആർജവം